ഹലോ ഗൈസ്, എല്ലാവർക്കും Mallustocktraderലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പാറ്റേൺ ട്രേഡിംഗ് ടെക്നിക്കാണ് പഠിക്കാൻ പോകുന്നത്. എനിക്കറിയാം എല്ലാവർക്കും പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ടെക്നിക്സ് വളരെയധികം ഇഷ്ടമാണ്, പക്ഷേ നമ്മളത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ പ്രൈസ് ആക്ഷനിൽ വരുന്ന ഒരു പാറ്റേൺ, അതായത് 1, 2, 3 പാറ്റേൺ എന്നാണ് ഇതിന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. പിന്നെ അതിന് മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം പറയണം. അതായത് ഞാനൊരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ കോഴ്സ് പോലെ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ആ വീഡിയോസ് കാണുക. കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് പാറ്റേൺ ട്രേഡിംഗ് ടെക്നിക്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ICICI പൊട്ടൻഷ്യലിൻ്റെ ഒരു 4 hour ചാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഒരു പാറ്റേൺ, അതായത് ഈ ഒരു പാറ്റേൺ കണ്ടു, അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു അപ് ട്രെൻഡാണ് നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ ഇവിടെ കാണുന്നത്. അപ്പോൾ അപ് ട്രെൻഡ് നമ്മൾ എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത്, അതായത് ഹയർ ഹൈയും ഹയർ ലോവും ഫോം ചെയ്യുന്ന ആ ഒരു പാറ്റേൺ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു അപ് ട്രെൻഡിലാണെന്ന്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഈ ഒരു സെക്ഷൻ നോക്കി കാണാൻ പറ്റും. ഇവിടെ ഒരു ഹൈ ഫോം ചെയ്തു, അതിനുശേഷം ഒരു ലോ ഫോം ചെയ്തു. നമുക്കറിയാം അപ് ട്രെൻഡ് ആണെങ്കിൽ നെക്സ്റ്റ് ഫോം ചെയ്യേണ്ടത് ഹയർ ഹൈ ആണെന്ന്. അപ്പോൾ ഇവിടെ ഹയർ ഹൈ ഫോം ചെയ്തു, പിന്നെ ഹയർ ലോ ഫോം ചെയ്തു. അതായത് ഈ ഒരു ലോയിന് മുകളിലാണ് ഈ ഒരു ലോ ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിതിനെ ഹയർ ലോ എന്ന് പറയും. അതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഹയർ ഹൈ ഫോം ചെയ്തു, വീണ്ടും ഹയർ ലോ ഫോം ചെയ്തു. അപ്പോൾ അതുവരെ നമുക്ക് അറിയാം ഇതൊരു പ്രോപ്പർ അപ് ട്രെൻഡ് തന്നെയാണെന്ന്. പക്ഷേ പ്രോപ്പർ അപ് ട്രെൻഡ് ആണെങ്കിൽ ഇനി നെക്സ്റ്റ് ഫോം ചെയ്യേണ്ടത് ഹയർ ഹൈ ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നമുക്ക് ലോവർ ഹൈ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇവിടെയാണ് നമ്മൾ ആ ഒരു പാറ്റേൺ ഇവിടെ റെക്കഗ്നൈസ് ചെയ്തത്. അതായത് 1, 2, 3 പാറ്റേൺ അവിടെ ഫോം ചെയ്തു നമുക്ക് മനസ്സിലായി. പക്ഷേ നമുക്ക് ഈ ഒരു 1, 2, 3 പാറ്റേൺ ഫോം ചെയ്ത് കണ്ട് അപ്പം തന്നെ നമ്മൾ ഒരു ട്രെൻഡ് റിവേഴ്സലാണ്, അപ്പം തന്നെ ഒരു എൻട്രി നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതിന് കൺഫർമേഷൻസ് വേണം. കൺഫർമേഷൻ നമുക്ക് പല ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓരോ ട്രെൻഡ് ലൈനും ഓരോ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഇതൊരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ട്രെൻഡ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാം. അപ്പോൾ ഞാൻ ട്രെൻഡ് ലൈൻ വരച്ചു. എക്സാക്ട്ലി നമ്മുടെ ആ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെയാണ് ഈ ഒരു പ്രൈസ് ഇപ്പോൾ റെസ്റ്റ് ചെയ്യുന്നത്. ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ഓരോ ലോസ് കണക്ട് ചെയ്ത് വരച്ചാൽ നമുക്ക് ആ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കൺഫർമേഷൻ ഈ ഒരു ട്രേഡിൻ്റെ എന്ന് പറയുമ്പോൾ, നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫസ്റ്റ് കൺഫർമേഷൻ കിട്ടും. അതുകൂടാതെ തന്നെ നമുക്ക് സെക്കൻഡ് ഒരു കൺഫർമേഷൻ കൂടി വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സപ്പോർട്ട് ലെവലൂടെ മാർക്ക് ചെയ്യാണ്. അപ്പോൾ സപ്പോർട്ട് ലെവൽ നമ്മൾ ഈ ഒരു 1, 2, 3 പാറ്റേൺ ട്രേഡിങ്ങിന് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ 1, 2, 3 ഈ ഒരു 2 ഫോം ചെയ്തിട്ടുള്ള ലെവൽ, അതായത് ഹയർ ലോയിലായിരിക്കും നമ്മൾ ഈ ഒരു സപ്പോർട്ട് വരയ്ക്കാൻ പോകുന്നത്. ഏതർ നിങ്ങൾക്കൊരു ട്രെൻഡ് ലൈൻ, അതായത് ട്രെൻഡ് ലൈൻ വരച്ചോ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ടൂൾ വെച്ചിട്ടോ നിങ്ങൾക്ക് വരയ്ക്കാം. പക്ഷേ ഞാൻ കൂടുതലും പറയുന്നത് റെക്ടാങ്കിൾ ടൂൾ വെച്ചിട്ട് ഈ ഫോം ചെയ്തിട്ടുള്ള ലാസ്റ്റ് ക്യാൻഡിൽ കവർ ചെയ്തിട്ടുള്ള ഒരു റീജിയനാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സപ്പോർട്ടും വരച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ട്രെൻഡ്, അതായത് ട്രെൻഡ് 1, 2, 3 പാറ്റേൺ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു. അതിനുശേഷം ഇനി നെക്സ്റ്റ് നമുക്ക് 2 കൺഫർമേഷൻ വേണം. ഒന്ന് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം, അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു ഫോം ചെയ്തിട്ടുള്ള ഹൊറിസോണ്ടൽ സപ്പോർട്ട് കൂടി ബ്രേക്ക് ചെയ്യണം. വൺസ് നമ്മൾ ഈ ഒരു വരച്ചിട്ടുള്ള ലെവൽസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സെൽ എൻട്രി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയി. അപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയപ്പോൾ നമുക്ക് ഒരു കൺഫർമേഷൻ ആയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഹൊറിസോണ്ടൽ സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ആ ലെവലും ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് സെക്കൻഡ് കൺഫർമേഷൻ ആവത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ആ ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ട് ലെവൽ അവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു എൻട്രി എടുക്കാം. അതായത് 498 ലെവലിൽ നമുക്കൊരു എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് എപ്പോഴും നമ്മൾ ഇവിടെയാണ് വയ്ക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് 526, അതായത് നമ്മുടെ ഈ ഒരു 1, 2, 3 ട്രേഡിംഗ് പാറ്റേണിന്റെ 3ന്റെ ആ ഒരു എബവ് ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു, നമ്മൾ ഈ ഒരു ട്രേഡിൽ എൻട്രി എടുത്തു. നമുക്ക് നോക്കിയാൽ കാണാം പ്രൈസ് താഴോട്ട് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ വീണ്ടും, അതായത് ഒരു റീടെസ്റ്റ്, നമുക്ക് ഇപ്പോൾ ഈ ഒരു ലെവൽസ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്കിവിടെ റീടെസ്റ്റ് കിട്ടി. അപ്പോൾ വൺസ് ഈ ഒരു ലെവൽ, അതായത് നമുക്ക് ഇവിടെ എൻട്രി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് റീടെസ്റ്റിലായിരിക്കും നെക്സ്റ്റ് എൻട്രി എടുക്കുന്നത്. ഇപ്പോൾ പ്രൈസ് ഇപ്പോൾ വീണ്ടും, അതായത് ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് അവിടെ റീടെസ്റ്റ് നടത്തുന്നത്. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു റീടെസ്റ്റ് കിട്ടി, വീണ്ടും ഇവിടെ റീടെസ്റ്റ് ചെയ്തിട്ട് അവിടെ വീണ്ടും ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സഡൻ ബ്രേക്ക് ഡൗൺ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു വീണ്ടും റീടെസ്റ്റ് നടത്തി അവിടെ സെല്ലേഴ്സ് വന്നിട്ട് വീണ്ടും പ്രൈസിനെ നല്ല രീതിയിൽ താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ട്രേഡിംഗ് പാറ്റേൺ, അതായത് ഈ ഒരു ട്രേഡിംഗ് പാറ്റേൺ ഫോർമേഷനും അതുപോലെ തന്നെ എൻട്രി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
ഞാൻ വീഡിയോന്റെ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെൻഡ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പ് ട്രെൻഡിൽ നിന്ന് റിവേഴ്സ് വരാം, അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിൽ നിന്നും റിവേഴ്സ് വരാൻ പറ്റും. അപ്പോൾ ഇത് ഡൗൺ ട്രെൻഡ് റിവേഴ്സലിലെ ഒരു എക്സാമ്പിൾ ആണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇതൊരു ഡൗൺ ട്രെൻഡിലാണ് ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമുക്കറിയാം ഡൗൺ ട്രെൻഡിൽ ലോവർ ലോയും അതുപോലെ തന്നെ ലോവർ ഹൈ ആണ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഒരു ലോ ഫോം ചെയ്തു, ഇവിടെ ഒരു ഹൈ ഫോം ചെയ്തു, നെക്സ്റ്റ് ഒരു ലോവർ ലോ ഫോം ചെയ്തു, ഇവിടെ ഒരു ലോവർ ഹൈ ഫോം ചെയ്തു, ഇവിടെ ഒരു ലോവർ ലോ ഫോം ചെയ്തു, ഇവിടെ ഒരു ലോവർ ഹൈ ഫോം ചെയ്തു. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നെക്സ്റ്റ്, അതായത് നെക്സ്റ്റ് വരേണ്ടത് ലോവർ ലോ ആണ്, പക്ഷെ ഇതിന് ലോയ്ക്ക് താഴെ പോയില്ല, അതിന് പകരം ഹയർ ലോ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ മനസ്സിലായി ആ ഒരു ഡൗൺ ട്രെൻഡിന്റെ പാറ്റേൺ ചേഞ്ച് വന്നു. ഇവിടെ നമുക്ക് 1 2 3 എന്ന് ഇവിടെ പേര് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ 1 2 3 എന്ന് കൊടുക്കുവാണ്. ഓക്കെ, ഇത് നമ്മുടെ 1 2 ഓക്കെ. അപ്പോൾ ആ ഒരു പാറ്റേൺ നമ്മളിവിടെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൺഫർമേഷൻസ് ആണ് വേണ്ടത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടിൽ ഒരു കൺഫർമേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ടിൽ ഒരു കൺഫർമേഷൻ പറഞ്ഞു. അപ്പോൾ റെസിസ്റ്റൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും, കാരണം നമ്മൾ 2 കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു 2ൽ നമുക്ക് റെക്റ്റാങ്കിൾ റീജിയനിൽ റെസിസ്റ്റൻസ് വരയ്ക്കാം. ഇനി നമുക്ക് ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. ട്രെൻഡ് ലൈൻ അപ്പോൾ നേരത്തെ തന്നെ ബ്രേക്ക് ആയിട്ടുണ്ട്. അതായത് ആ ഒരു ട്രെൻഡിൽ നിന്ന് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു സെക്ഷനിലാണ് ബ്രേക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഒരു റീടെസ്റ്റ് പോലെയാണ് പ്രൈസ് വീണ്ടും താഴോട്ട് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഹയർ ലോ കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു കൺഫർമേഷൻ കൂടി മതി. അതായത് നമ്മുടെ ഈ ഫോം നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ലെവലോടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു ലെവലായിരിക്കും. ഹയർ ലോയിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കിത് ബ്രേക്ക് ആവും നോക്കാം. ഓക്കെ, ആക്ച്വലി അപ്പോൾ ഇവിടെയാണ് അത് ബ്രേക്ക് ആവുന്നത്. നമുക്ക് ഈ ഒരു ലെവലിൽ എൻട്രി എടുക്കാം. ഈ 2 ക്യാൻഡിലിൽ അത് ബ്രേക്ക് ആയിട്ടില്ല. നമുക്ക് ബ്രേക്ക് ആവുന്നത് ഈ ഒരു 3rd ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു ലെവലിലായിരിക്കും നമുക്ക് ആക്ച്വലി എൻട്രി കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു റീടെസ്റ്റ്, അതായത് ഈ ഒരു ലെവലിലോട്ട് വീണ്ടും റീടെസ്റ്റ് വന്ന് എൻട്രി എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എടുക്കാം. പക്ഷെ അത് ചിലപ്പോൾ മിസ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം 3rd ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. നമ്മൾ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഹയർ ലെവലിലാണ് എൻട്രി എടുത്തത്. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ക്വാണ്ടിറ്റി കുറച്ചായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. വീണ്ടും ഒരു റീടെസ്റ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് മാക്സിമം ക്വാണ്ടിറ്റി എടുക്കാം. കാരണം അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി അടുത്തായിരിക്കും വരുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു എൻട്രി ആയിരുന്നു. കാരണം നമുക്ക് ആ ഒരു കൺഫർമേഷൻ കിട്ടി, 2 കൺഫർമേഷൻ കിട്ടി, നമ്മൾ എൻട്രി എടുത്തു, നല്ലൊരു അപ്സൈഡ് മൂവ്മെന്റും കിട്ടി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇപ്പോൾ ടാർഗറ്റ് ആയാലും ഇപ്പോൾ നിങ്ങളുടെ ഇതനുസരിച്ചായിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലെവൽസ് ബേസ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് 1:2 1:3 അങ്ങനെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. എപ്പോഴും 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ കീപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ടെക്നിക്ക് എല്ലാവർക്കും മനസ്സിലായെന്നിരിക്കുന്നു. ഇതിന് നമ്മൾ 1 2 3 ട്രേഡിംഗ് പാറ്റേൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. അതെല്ലാം നമുക്ക് വഴിയെ വരുന്ന വീഡിയോസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം എന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ടെലഗ്രാമിലുണ്ട്. ടെലഗ്രാമിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു, ബൈ.